അസ്സലാമു അലൈക്കും. റമളാൻ കരീം. ഒരിക്കലൊരു രാജാവും പരിവാരങ്ങളും വൃദ്ധന്മാരെ പാർപ്പിക്കുന്ന സ്ഥലത്ത് അതിഥികളായെത്തി. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. പലതരം വിഭവങ്ങൾ മേശപ്പുറത്ത് നിറഞ്ഞു. ദൂരെ ഒരു ഭാഗത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രാജാവിനോടൊപ്പം വന്ന പുറത്തെ കാവൽക്കാർക്കാണ് ആ വൃദ്ധൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വൃദ്ധൻ കാഴ്ചയിൽ നന്നേ ക്ഷീണിതനാണ്, മുഷിഞ്ഞ വേഷവും. രാജാവും മന്ത്രിമാരും ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകരുതെന്ന് അയാൾ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാജാവ് അയാളെ അടുത്തേക്ക് വിളിച്ചു, വെള്ളം ഒഴിക്കാൻ ആവശ്യപ്പെട്ടു. രാജാവിനും മന്ത്രിമാർക്കും അദ്ദേഹം വെള്ളം ഒഴിച്ചു കൊടുത്തു. ആരും ആ വൃദ്ധൻ ഒഴിച്ച വെള്ളം കുടിക്കാൻ തയ്യാറായില്ല. പക്ഷേ രാജാവ് മാത്രം അതൊരു പുഞ്ചിരിയോടെ കുടിച്ചു. കൂടെ ഉണ്ടായിരുന്നവർ രാജാവിനോട് ചോദിച്ചു, ഇത്രയും വൃത്തിയില്ലാത്ത ഒരാൾ ഒഴിക്കുന്ന വെള്ളം താങ്കൾ എങ്ങനെയാ രാജാവെ കുടിക്കുന്നതെന്ന്. രാജാവ് പറഞ്ഞു, അയാൾക്കല്ലേ വൃത്തികേട്, അയാൾ ഒഴിക്കുന്ന വെള്ളത്തിനില്ലല്ലോ, വെള്ളം ശുദ്ധമല്ലേ. അതുമാത്രമല്ല, ആ വൃദ്ധൻ ഇനി കുറേ കാലമൊന്നും ജീവിച്ചിരിക്കാനിടയില്ല. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ വൃദ്ധമന്ദിരത്തിൽ കഴിയുന്ന അദ്ദേഹത്തിന് ഒരു രാജാവിന് താൻ വെള്ളമൊഴിച്ചു കൊടുത്തല്ലോ എന്ന സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കാമല്ലോ. അതയാൾക്ക് നൽകുന്ന സന്തോഷം ചെറുതായിരിക്കില്ല. നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും ഈ രാജാവിനെ പോലെ ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരിക്കും അല്ലേ? ഇന്നുള്ള ഓരോ മനുഷ്യനും സെൽഫ് ഡിക്ലെയർഡ് കിങ് ആണ്. ഞാനെന്തോ സംഭവമാണെന്ന് സ്വയം ധരിച്ച് നടക്കുന്ന രാജാക്കന്മാരാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മൾ രാജാക്കന്മാരാണോ? അല്ല. മനസ്സുകൊണ്ട് രാജാവാകാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. നമ്മുടെ വേഷം രാജാവിനെ പോലെ ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്ന ഭാഷ എലിറ്റ് ലാംഗ്വേജ് ആയിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രാജകീയമായിരിക്കും. നമ്മളുടെ വാഹനം, അങ്ങനെ എല്ലാം രാജകീയ പ്രൗഢിയുള്ളതായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സ് രാജാവിൻ്റെ മനസ്സാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഏറ്റവും ചെറിയവനെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചിരിക്കാറുള്ളത് നമ്മെപ്പോലുള്ളവരെ കാണുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെക്കാൾ പണവും പദവിയും ഒക്കെ ഉള്ളവരെ കാണുമ്പോഴാണല്ലേ? എങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. വലിയവനെ സദ്യയ്ക്ക് വിളിക്കുന്നതല്ല പുണ്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദരിദ്രന്മാർ കൂടിയുള്ള വിരുന്നാണ് പുണ്യം. ബ്രാൻഡഡ് വസ്ത്രങ്ങളോ വില കൂടിയ കാറുകളോ ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ പലരെയും ദരിദ്രന്മാരായി എണ്ണുന്നത്. പക്ഷേ അവർക്കിടയിൽ നിന്നുള്ളവരെയാണ് പടച്ചോൻ കൂടുതലും സ്വർഗത്തിലേക്ക് എൻട്രി കൊടുക്കുന്നത്. നല്ല സുഗന്ധങ്ങൾ അടിച്ചു നടക്കുന്ന എല്ലാവരും നല്ല വാക്കുകൾ പറയാൻ കഴിയുന്നവരാവില്ല. വാക്കുകളിലൂടെ സുഗന്ധം പകരാൻ സാധിക്കണം. ഭംഗിയുള്ള വസ്ത്രത്തെക്കാളും നല്ല സ്വഭാവം കൊണ്ട് വേറിട്ട് നിൽക്കാൻ കഴിയണം. നിങ്ങളൊരു സൽക്കാരത്തിൽ ചെന്ന് നോക്കൂ, അവിടെ വൃത്തികേടാക്കി വെക്കുന്നവർ ഭംഗിയുള്ള വസ്ത്രം ധരിച്ചവരായിരിക്കും അല്ലേ? എന്നാൽ അവിടെ വൃത്തിയാക്കുന്നവരോ അവരെ കാണാൻ ഒട്ടും വൃത്തി ഉണ്ടാവില്ല അല്ലേ? അതങ്ങനെയാണ്. പുറമേ ഭംഗിയുള്ളതൊന്നും ഉള്ളുകൊണ്ട് ശുദ്ധമാവണമെന്നില്ല. അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കാനാണ് നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറയുന്നത്, അസ്സൗമു ലീ വഅന അജ്സിയുഹു, നോമ്പ് എനിക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ബാക്കിയെല്ലാം അള്ളാഹുവിനുള്ളത് തന്നെയല്ലേ? പ്രതിഫലവും പഠിച്ചുകൊണ്ടത് തന്നെയാണ്. എന്നിട്ടും നോമ്പിന് മാത്രം എന്താ സ്പെഷ്യാലിറ്റി? നോമ്പ് ഏറ്റവും സ്വകാര്യമായതാണ്. ഒരാളുടെ നോമ്പ് അയാൾക്കും റബ്ബിനും മാത്രമേ അറിയാൻ കഴിയൂ. ഉള്ളുകൊണ്ട് നോമ്പുകാരനാവാൻ പലർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ നോമ്പുകാരാവേണ്ടത് ഉള്ളുകൊണ്ടാണ്, അതായത് നമ്മുടെ മനസ്സുകൊണ്ട്. രാജാവാകേണ്ടതും മനസ്സുകൊണ്ടാണ്. വീടും കാറും വസ്ത്രങ്ങളുമെല്ലാം രാജാവിൻ്റേതും മനസ്സ് പിച്ചക്കാരൻ്റേതുമാണെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് ഫലമാണുള്ളത്?
ജീവിതം കൊണ്ട് രാജാവാകാൻ നമുക്കൊക്കെ സാധിക്കണം. മനസ്സ് മാത്രം നന്നായാൽ മതി. മനസ്സുകളിലാണ് കൊട്ടാരങ്ങൾ പണിയേണ്ടത്. രാജാവാകേണ്ടതും മനസ്സുകൊണ്ടാണ്. മാസലാമ. അസ്സലാമു അലൈക്കും.